വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഹോശയ്യ 9-ാം അധ്യായത്തിൽ ദൈവം ഇസ്രായേൽ ജനങ്ങളുടെ വിഗ്രഹാരാധനയും ആത്മീയ ദ്രോഹവും ശക്തമായി കുറ്റപ്പെടുത്തുന്നു. അവർ ദൈവത്തെ വിട്ടുമാറി അന്യദൈവങ്ങളിലേക്ക് ആശ്രയിച്ചു വിഗ്രഹങ്ങളെ ആരാധിച്ചു. ഇതിന്റെ ഫലമായി അവർ ശിക്ഷ അനുഭവിക്കും. സന്തോഷം നഷ്ടപ്പെടുകയും ദേശനഷ്ടം സംഭവിക്കുകയും ചെയ്യും. ശിക്ഷയുടെ ദിനങ്ങൾ വന്നുകഴിഞ്ഞു, പ്രതികാരത്തിന്റെ ദിനങ്ങൾ ആഗതമായി. ഇസ്രായേൽ അത് അനുഭവിച്ചറിയും. നിന്റെ വലിയ അപരാധവും വിദ്വേഷവും നിമിത്തം പ്രവാചകൻ നിങ്ങൾക്ക് വിഡ്ഢിയായി, ആത്മാവിനാൽ പ്രചോദിതനായവൻ ഭ്രാന്തനായി. ഹോശയ്യ 9-ാം അധ്യായം 7-ാം തിരുവചനം. ഹോശയ്യ 10-ാം അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അനുഗ്രഹങ്ങൾ വിഗ്രഹാരാധനയ്ക്കോ സ്വാർത്ഥതയ്ക്കോ ഉപയോഗിക്കാതെ നീതിയും കരുണയും വിതയ്ക്കാൻ യഹോവയെ അന്വേഷിക്കേണ്ടതെന്നതാണ്. അവരുടെ ഹൃദയം വഞ്ചന നിറഞ്ഞതാണ്, അതിനാൽ അവർ ശിക്ഷയേൽക്കണം. കർത്താവ് അവരുടെ ബലിപീഠങ്ങൾ തട്ടിയുടയ്ക്കും, സ്തംഭങ്ങൾ നശിപ്പിക്കും. ഹോശയ്യ 10-ാം അധ്യായം 2-ാം തിരുവചനം. നീതി വിതയ്ക്കുവിൻ, കാരുണ്യത്തിന്റെ ഫലങ്ങൾ കൊയ്യാം. തരിശുനിലം ഉഴുതുമറിക്കുവിൻ, കർത്താവിനെ തേടാനുള്ള സമയമാണിത്. ഹോശയ്യ 10-ാം അധ്യായം 12-ാം തിരുവചനം. ഹോശയ്യ 11-ാം അധ്യായം ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ സ്നേഹവും കരുണയും അവരുടെ അവിശ്വാസവും കാണിക്കുന്നു. ദൈവത്തിന്റെ നീതിയും കരുണയും തമ്മിലുള്ള സംഘർഷവും ഇവിടെ വ്യക്തമാക്കുന്നു. എഫ്രായിം, ഞാൻ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കും? ഇസ്രായേൽ, ഞാൻ നിന്നെ എങ്ങനെ കൈവിടും? ഞാൻ നിന്നെ എങ്ങനെ ആത്മായെപ്പോലെയാക്കും? ശബോയമിലിടുന്ന പോലെ നിന്നോട് എങ്ങനെ പെരുമാറും? എന്റെ ഹൃദയം എന്നെ വിലക്കുന്നു, എന്റെ അനുകമ്പ ഊഷ്മളവും ആർദ്രവുമായിരിക്കുന്നു. ഹോശയ്യ 11-ാം അധ്യായം 8-ാം തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.